ഗുരുവായൂരിൽ യുവതിയെ കൊലപ്പെടുത്താൻ പെൺവേഷത്തിലെത്തിയ തൊടുപുഴ സ്വദേശി അഞ്ചംഗ സംഘവും പിടിയിൽ. സ്വകാര്യ ചിത്രങ്ങൾ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തതിലുള്ള വൈരാഗ്യം ആക്രമണത്തിന് കാരണമായി. പ്രതികളിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്തു. കുടുംബജീവിതം തകർത്തതിലുള്ള ക്രോധവും പകയും തീർക്കാൻ പെൺവേഷം കെട്ടിയെത്തി യുവതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച വൻ കൊലപാതക ഗൂഢാലോചനയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഗുരുവായൂരിൽ നിന്നും പുറത്തുവരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട അഞ്ചംഗ കൊലപാതക സംഘത്തെ ഗുരുവായൂർ പോലീസ് അതിസാഹസികമായി അറസ്റ്റ് ചെയ്തു. തൊടുപുഴ സ്വദേശികളായ ചോലമാട്ടത്തിൽ പ്രസാദ്, മുട്ടം ഒറ്റപ്ലാക്കൽ ആദർശ്, തോട്ടുകര തെങ്ങിൽ ഷാഹിദ്, കായക്കുന്നേൽ സ്റ്റീഫൻ, ഇടുക്കി മാത്തപ്പാറ തൈപ്പറമ്പിൽ ബിനീഷ് എന്നിവരെയാണ് പോലീസ് പിടിച്ചത്. സംഘത്തിലെ പ്രധാന സൂത്രധാരനായ പ്രസാദാണ് പോലീസിന്റെ കണ്ണുവെട്ടിക്കാൻ സാരിയും പെൺവേഷവും ധരിച്ച് ബുധനാഴ്ച ഗുരുവായൂരിൽ എത്തിയത്. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ വെച്ച് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഇയാളെ പോലീസ് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തതോടെയാണ് നാടിനെ നടുക്കിയ കൊട്ടേഷൻ നാടകത്തിന്റെ ചുരുളഴിയുന്നത്. തൊടുപുഴയിൽ ഒരു സ്പായിൽ ജോലി ചെയ്തിരുന്ന യുവതിയുമായി പ്രധാന പ്രതിയായ പ്രസാദ് ഏറെക്കാലമായി അടുപ്പത്തിലായിരുന്നു. ഇരുവരും ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു. എന്നാൽ കാലക്രമേണ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും തെറ്റിപ്പിരിയുകയും ചെയ്തു. ഇതിനുള്ള വിരോധം കാരണം യുവതി പ്രസാദിന്റെ ഭാര്യയെ നേരിട്ട് ബന്ധപ്പെടുകയും പ്രസാദും താനും ഒന്നിച്ചുള്ള സ്വകാര്യ ചിത്രങ്ങളും വിവരങ്ങളും അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് പ്രസാദിന്റെ കുടുംബജീവിതത്തിൽ വലിയ ഉലച്ചിലുണ്ടാക്കുകയും ഭാര്യയുമായി വൻ തർക്കത്തിന് കാരണമാവുകയും ചെയ്തു. സ്വന്തം കുടുംബം തകർത്ത യുവതിയോട് കടുത്ത വൈരാഗ്യം തോന്നിയ പ്രസാദ് അവരെ ഭൂമുഖത്തു നിന്നും തന്നെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് തൊടുപുഴയിൽ നിന്നും ജോലി ഉപേക്ഷിച്ച് ഗുരുവായൂരിലേക്ക് മാറിയ യുവതിയെ തെരഞ്ഞു പിടിക്കുക എന്നതായിരുന്നു പ്രസാദിന്റെ ആദ്യ ലക്ഷ്യം. യുവതിയുടെ നിലവിലെ താമസ സ്ഥലവും ജോലി സ്ഥലവും കൃത്യമായി കണ്ടെത്താനാണ് പ്രസാദ് ആരും തിരിച്ചറിയാത്ത വിധം സാരി ധരിച്ച് പെൺവേഷത്തിൽ ഗുരുവായൂരിലേക്ക് എത്തിയത്. യുവതിയെ കണ്ടെത്തിക്കഴിഞ്ഞാൽ നഗരത്തിൽ തമ്പടിച്ചിരിക്കുന്ന തന്റെ കൊട്ടേഷൻ സംഘവുമായി ചേർന്ന് അപായപ്പെടുത്താനായിരുന്നു പദ്ധതി. എന്നാൽ പെൺവേഷത്തിലെത്തിയ പ്രസാദിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് ഇയാളെ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്യുകയായിരുന്നു. കൂട്ടുകാരിയെ കാണാൻ വന്നതാണെന്ന് ഇയാൾ ആദ്യം പോലീസിനോട് കള്ളം പറഞ്ഞു. എന്നാൽ ചോദ്യം ചെയ്യലിൽ പതറിയ ഇയാളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് ക്രൂരമായ കൊലപാതക പദ്ധതി പുറത്തുവന്നത്. പ്രസാദ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗുരുവായൂരിലെ ലോഡ്ജിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച ബാക്കി 4 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാത്രമല്ല, പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്നും 16 ഗ്രാം കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തു. കൃത്യമായ ഇടപെടലിലൂടെ വൻ ദുരന്തമാണ് പോലീസ് ഒഴിവാക്കിയത്. എന്തായാലും നമ്മൾ പലതരത്തിലുള്ള കൊട്ടേഷൻ കൊലപാതകങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ കൊട്ടേഷൻ ആസൂത്രണങ്ങളെക്കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ട്. ആദ്യമായിരിക്കാം മുഖ്യപ്രതി സാരിയൊക്കെ ധരിച്ച് വേഷം മാറി എത്തുന്ന ഒരു വാർത്ത അടുത്തിടെ നമ്മൾ കേട്ടത്. എന്തായാലും പോലീസിന്റെ കൃത്യമായ ഇടപെടലിലൂടെ വലിയൊരു അതിക്രമമാണ് തടഞ്ഞിരിക്കുന്നത്.